ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോമ്പായിട്ടില്ല, ഒരു നനച്ചുളിപ്പണി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ തന്നെയാണല്ലോ, എല്ലാവരും ക്ലീൻ ആക്കലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണതാണ്. എന്നാലും നോമ്പാവുമ്പോൾ നമ്മൾ ഒന്നും കൂടി ക്ലീൻ ആക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ ഇങ്ങനത്തെ അലമാറ, അങ്ങനത്തെ ഷോക്കേസ്, അങ്ങനത്തെ ഒക്കെ നന്നാക്കണം കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് അത് ചെയ്താൽ എന്താണോ നമുക്ക് ബാക്കിയുള്ള പണികൾ എളുപ്പമാവും കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അപ്പം നമ്മൾ ഇതൊക്കെ ആദ്യം ചെയ്ത് വെക്കാന്ന് കരുതിട്ടോ. ഞാൻ അതിങ്ങനെ കാണിച്ചു തരുന്നത് നല്ലൊരു ഇതാട്ടോ, പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതിൽ എല്ലാ സാധനം ഇട്ടുവെച്ചാൽ പിന്നെ ഓരോ കുപ്പികളാക്കണല്ലോ. അത് നമുക്ക് ഈ ജീരകം, കടുക് അങ്ങനത്തെ ഒക്കെ ഒന്നിച്ചുകൊണ്ട് ഓരോ ഇതിൽ ഇട്ടുവെച്ചാൽ ഇതേറ്റാണ് പോയാൽ മതി നമുക്ക് കിച്ചണിക്ക്. നമുക്ക് എളുപ്പമായി. മറ്റേത് ഓരോ കുപ്പികളായിക്കാണ്ട് ഇങ്ങനെ കൊണ്ടുപോകണമല്ലോ. അപ്പം അങ്ങനെ അത് നാട്ടിൽ നിന്ന് മീഷോന്ന് വാങ്ങിച്ചതാട്ടോ അത്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ പഞ്ചസാര അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ ഇങ്ങനെ ആ കുപ്പിയിൽ ഇട്ട് വെച്ച ബാക്കിയുള്ളത് അത് ഞാൻ അങ്ങനെ ഇങ്ങനത്തിയിലിട്ട വെക്കൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിക്കാണ്ട് അതൊക്കെ അതിൽ വെച്ച് പിന്നെ ബാക്കിയുള്ളത് കുപ്പിയിലിട്ട് വെച്ചു. അതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് കണ്ട് വെക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോ ഭാഗങ്ങളിങ്ങനെ ക്ലീൻ ആക്കി ഇങ്ങനെ വരികയാണ് കേട്ടോ. ഇതാണല്ലേ, മേലെ ഭാഗങ്ങൾ ഞാൻ ഫുള്ള് ക്ലീൻ ആക്കി. ഇപ്പം താഴെ ഫുള്ള് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതും അതേപോലെ തന്നെ കേട്ടോ. ഈ മഞ്ഞപ്പൊടി, മുളകും പൊടിയൊക്കെ ഇട്ടൊക്കെയല്ല വേറൊരു പാത്രമാണ്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാട്ടോ. ഇത് നല്ലൊരു ഇതാണ്. മറ്റേത് ഓരോന്നിനും ഓരോ കുപ്പിയാകുമ്പോൾ ഭയങ്കര നമുക്ക് ഇതാണല്ലോ. ഇത് ഒന്നിച്ചുകൊണ്ട് തുറന്നാൽ എല്ലാതും അതിൽ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു പാത്രമാണത്. അപ്പോൾ അതാക്കണോ എല്ലാം നല്ല തുടച്ച് ക്ലീൻ ആക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണതാണ്, എന്നാലും പൊടിയൊക്കെ ഉണ്ടിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ ചെയ്യലില്ലേനു. ഇതൊക്കെ അസുഖങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യലില്ലേനു ഇപ്പോൾ അത്. അപ്പോൾ അതാക്കണം ഫുള്ള് ക്ലീൻ ആക്കി കഴിഞ്ഞിരിക്കണം കേട്ടോ. കഴിഞ്ഞതൊക്കെ ഞാൻ ഓരോ കുപ്പിയിലാക്കിക്കാണ്ട് വെച്ചും ചെയ്തിരിക്കണം കേട്ടോ. അത് പുട്ടുംപൊടി, അതേപോലെ തന്നെ റവ, പരിപ്പ്, അതൊക്കെ അങ്ങനെ ഇട്ട് വെച്ചിരിക്കണം കേട്ടോ. ഇതുണ്ടല്ലേ, കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അത് അതേപോലെ തന്നെ തുടച്ചുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ടോ. അങ്ങനെ ഈ ഷോക്കേസിൻ്റെ ഫുള്ള് ക്ലീൻ ആക്കൽ കഴിഞ്ഞിട്ടോ. പിന്നെ ഞാൻ താഴെ വെക്കൽ നമ്മൾ പുട്ടുംപൊടി, അപ്പപ്പൊടി, അതേപോലെ തന്നെ മുളകും പൊടി, ചപ്പാത്തിപ്പൊടി, അരി, അതിൻ്റെ ഒക്കെ നമ്മൾ ബാക്കിയുള്ളത് ഉണ്ടാവുമല്ലോ, നമ്മൾ പൊട്ടിക്കാത്ത പാക്കറ്റ് പൊട്ടിക്കാത്തത്, അതാണ് ഈ ഭാഗത്ത് ചെറിയ ഭാഗത്ത് ഞാൻ സ്റ്റോർ ചെയ്ത് കണ്ട് വെക്കലും. അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് അതേപോലെ തന്നെ തുടച്ചുകൊണ്ട് അവിടെ തന്നെ വെച്ചിട്ടോ. അങ്ങനെ ഈ ഷോക്കേസിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ടോ. അത് ഞാൻ വേറൊരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഇത് വേറൊരു ദിവസം എടുത്താട്ടോ. ഇപ്പോഴാണ് ഞാൻ ഫുള്ളായിട്ട് ഞാൻ ക്ലീൻ ആക്കണത് കേട്ടോ. ഫാനായാലും പിന്നെ അലമാറ, അതേപോലെ തന്നെ മറ്റേ കർട്ടൻ്റെ ജനലുണ്ടാവുമല്ലോ, അവിടെയൊക്കെയാണ് ഫുള്ളായിട്ട് ക്ലീൻ ആക്കണത് കേട്ടോ. അപ്പോൾ ഇതാക്കണോ ഞങ്ങൾ രാവിലെ തന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞാണ്ട് അങ്ങനെ ക്ലീൻ ആക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഈ ജനലിൻ്റെ ഇവിടെയൊക്കെ നല്ല പൊടിയുണ്ട് കേട്ടോ, പുറത്തുനിന്ന് പൊടി അടിച്ചിട്ടേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കുകയാണ്. മറ്റോളം അവിടെ നിന്നുകാണ്ട് എന്തൊക്കെയാണ് പറയണത്, ഓളും ക്ലീൻ ആക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകാണ്ട് പറയുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനത്തെ ഇറങ്ങിയാലും ഓലും ഉണ്ടാവുമല്ലോ ഒപ്പം. ഒന്നാമത് വെള്ളം അതല്ല, അപ്പോൾ ഓൽക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണല്ലോ അത്. അപ്പോൾ ഞാൻ വെള്ളത്തിൽ കുറച്ച് മറ്റേ ഡെറ്റോളൊക്കെ ഒഴിച്ച് കേട്ടോ ഇങ്ങനെ ഇതാക്കണത്, ക്ലീൻ ചെയ്യണത്. അങ്ങനെ ഞാൻ ഒരു ഭാഗത്തു നിന്ന് ക്ലീൻ ചെയ്യുമ്പോൾ ഓളൊരു ഭാഗത്തു കൂടി ഇതാക്കണ്ടിട്ടാ, ക്ലീൻ ആക്കണ്ടിട്ടാ ഇതാക്കണു. പിന്നെ ഈ ഇതൊക്കെ ഞാൻ ഇതിന് മുന്നേ നേരാക്കിയതാണ് കേട്ടോ. ഈ അലമാറ ഇതൊക്കെ ഞാൻ ഇതിന് മുന്നേ റെഡിയാക്കിയതാണ്. അപ്പോൾ അതിലൊന്നും വല്ലാതെ കച്ചറൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ മീൻ ഉണ്ടായിരുന്നല്ലോ, മീനൊക്കെ ഫുള്ള് ചത്തിട്ടാ. അതുകൊണ്ട് മീനിൻ്റെ പാത്രം അവിടെ വെറുതെ ഇരിക്കുകയാണ് ഇപ്പോൾ. എന്നിട്ട് ഒരിക്കൽ ഇനിയും മീൻ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ വാങ്ങിച്ചിട്ടില്ല. ഇതണ്ടില്ലേ, ഞാൻ അവിടെ ഒന്ന് വെച്ച് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേന് ഓള് അതിൽ ഫുള്ള് വെള്ളമാക്കിക്കണ്ട് അവിടെ ഞാൻ തുടച്ചോളാം അറിഞ്ഞാണ്ട് തുടക്കണതാ. അപ്പം അങ്ങനെ പിന്നെ ബെഡ്ഷീറ്റ് ഞാൻ മാറ്റുന്നില്ല കേട്ടോ. ബെഡ്ഷീറ്റ് 2 ദിവസം മുന്നേ വിരിച്ചതാണ്. അപ്പോൾ പിന്നെ അത് മാറ്റണില്ല. അപ്പോൾ അത് അതേപോലെ തന്നെ ഒന്നും കൂടി ശരിയാക്കിക്കാണ്ട് വിരിച്ചിടാന്ന് കരുതി കേട്ടോ. പിന്നെ കട്ടിലിൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കിട്ടോ. മൂന്നാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ബെഡ്ഷീറ്റും ഇതൊക്കെ ഒന്ന് വിരിച്ച് നല്ല റെഡിയാക്കിക്കാണ്ട് അവിടെ വെച്ചിട്ടോ. പിന്നെ ഉള്ളത് അലമാറ തുടച്ചു. പിന്നെ ഇവിടെ ഓൻ്റെ ഓളിയും ബുക്ക് കുറേ ഉണ്ടാവും കേട്ടോ. ഓൻ പഠിക്കാനും എഴുതാനും ഇവിടെ ഇട്ടിരിക്കല്. അതുണ്ടില്ലേ അതിൻ്റെ കാര്യങ്ങൾ കണ്ടില്ലേ, അവിടെ ഫുള്ളോൻ വരച്ച് വെച്ചുകൊണ്ട് ചെറിയ കുട്ടികളെ പോലെ ഓന് ഫുള്ളും ഈ ഇതിമലൊക്കെ വരച്ച് വെച്ചിരിക്കണം കേട്ടോ. നമ്മൾ ഡെയിലി തുടക്കുന്ന സ്ഥലമാണ്, എന്നാൽ പോലും നല്ല പൊടി ഉണ്ടാവും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഓല എന്തെങ്കിലും കൈമലാക്കിയതൊക്കെ ഉണ്ടാവും, അത് വേറെ ഉണ്ടാവും.
ഡെയിലി നമ്മളെത്ര തുടച്ചാലും ഇപ്പോൾ രാവിലെ നമ്മളെ പണികൾ കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്നല്ലേ നമ്മൾ ചെയ്യുള്ളൂ. എന്നാലും ഉണ്ടാവും ഓല് ഓരോന്ന് ഒട്ടിച്ച് വെച്ചതും ഇതാണ്ടില്ലേ മറ്റുള്ള മാസ്കൊക്കെ വെച്ച് കണ്ടാണ് ഇരിക്കുന്നത്. ഇവർ ഓരോ അടയാളങ്ങളാക്കി അധികം മൂന്നും ആക്കിയതാണ്. ഓന് ഇങ്ങനെ പഠിക്കാതിരിക്കുമ്പോൾ എനിക്കതറിയില്ല അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഓന് ഇങ്ങനെ വരച്ച് വെക്കണതാണ്. അങ്ങനെ അതൊക്കെ ഓനവിടെ ഇതാക്കി വെച്ചു. പിന്നെ അങ്ങനെ ഓരോന്ന് ഒതുക്കി വെച്ചിട്ടു. അതൊക്കെ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ മറ്റോളങ്ങനെ ഓരോന്ന് എടുക്കും. ഞാനതൊന്ന് നോക്കട്ടെ, ഒന്ന് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്ന് എടുത്ത് കൊണ്ടുപോകും. പിന്നെ ഓളവിടെ തന്നെ വെക്കും. അങ്ങനെയൊക്കെ. ഇത് പിന്നെ അങ്ങനെ ഓരോന്ന് ഇട്ട് വെക്കണം. ഓളത് കുറേ ഉണ്ടാവും. ഓളത് ഞാൻ ഒരു ഭാഗത്ത് കൊണ്ട് വെക്കും. എന്നാലും ഓൾ അത് അവിടെയും ഇവിടെയൊക്കെ ഇട്ടേക്കും. അങ്ങനെ പിന്നെ അലമാറിൻ്റെ ഗ്ലാസും എല്ലാം അതിൻ്റെ ഉള്ളിലത്തെ ഡ്രസ്സൊക്കെ ഞാൻ ഇതിന് മുന്നേ ഒന്ന് മടക്കി വെച്ചതേനു കേട്ടോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് അതൊന്നും ക്ലീൻ ആക്കണം. അതാ പറഞ്ഞത്, നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെയാണ് വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ ഡ്രസ്സ് മടക്കി വെക്കുക, അങ്ങനെ ഷോക്കേസുകൾ നന്നാക്കുക, അതൊക്കെ ആദ്യം തന്നെ ചെയ്ത് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ പണികൾ എളുപ്പമായി കിട്ടും കേട്ടോ. അങ്ങനെ പിന്നെ വാതിലൊക്കെ തുടക്കൽ തുടങ്ങി കേട്ടോ. അപ്പോൾ എനിക്ക് കസാൽമൈ ഏരിക്കാണ്ട് ഇങ്ങനെ ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ മോമോനോട് പറഞ്ഞു, ഈ ഒന്ന് തുടച്ചുണ്ട് അതിൻ്റെ മുകളിലൊക്കെയാന്ന് പറഞ്ഞാണ്. പിന്നെ ഓന് ഇങ്ങനെ കസാലൊക്കെ വെച്ച് കണ്ട് ഓനാണ് കേട്ടോ ബാക്കിയൊക്കെ എനിക്ക് തുടച്ച് തന്നത്. ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. അങ്ങനെ പിന്നെ ബാക്കിയുള്ളത് ഓനാട്ടോ തുടച്ച് തന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സോഫ ഉണ്ടായിരുന്നു, സോഫ നീക്കിക്കാണ്ട് അടിച്ചു വരാൻ എഴുതിക്കാണ്ട് സോഫ നീക്കിട്ടോ. അപ്പോൾ സോഫേൻ്റെ ആ ഇതുണ്ട്, കവറുണ്ടല്ലോ, അത് എടുത്ത് ഞാൻ പിന്നെ തിരുമ്പിയിട്ടില്ല. അത് പിന്നെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് തിരുമ്പാലോ എന്ന് എഴുതിക്കാണ്ട് അങ്ങനെ അതവിടെ വെച്ചിക്കണം കേട്ടോ. അത് ബാക്കിയുണ്ട്. ബാക്കിയുള്ളതൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും മറ്റോളം എന്തൊക്കെ കാലുമേലും കയ്യുമേലും ഷോക്സും ഗ്ലൗസും മാസ്കും ഒക്കെ വെച്ചിക്കണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഓൾക്ക് ചെയ്യണ്ടേ, നേരം പോകണ്ടേ. ഞങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ ഓൾക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് അടിച്ചു വരണം, എനിക്ക് സോഫ നീക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓൾക്ക് കഴിയൂലല്ലോ, എന്നാലും ഓൾ ചെയ്യണം എന്നറിയും. അപ്പോൾ ഞാൻ പറ്റൂല എന്ന് പറയുമ്പോഴാണ് ഓള് ഓരോന്ന് ഇതേപോലെ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വെക്കണത്. അല്ല, സോഫൻ്റെ അടിയിൽ കുറേ ഇതുണ്ടാവും. ആ ഇതെടുത്താൽ കുഷ്യനെടുത്താൽ അതിൻ്റെ ഇടയിൽ കുറേ സാധനങ്ങളുണ്ടാവും ഓരോന്ന് ഇട്ട് വെച്ചത്. അപ്പം അതൊക്കെ എടുത്തൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാട്ടോ. അങ്ങനെ ഓരോ സാധനങ്ങളുണ്ടാവും. ഇത് പഴയതാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഓരോ സാധനങ്ങളോള് അതിൻ്റെ ഉള്ളിലിട്ട് വെക്കും. പിന്നെ ഇങ്ങോട്ട് കാണാമല്ലോ പറഞ്ഞുകൊണ്ട് ഓള് പിന്നെ ഭയങ്കര ഒച്ചപ്പാടേക്കാരും. അങ്ങനെ അതൊക്കെ നീക്കി അവിടെയൊക്കെ പിന്നെ അടിച്ചൊരിക്കാണ്ട് പിന്നെ തുടച്ചിട്ടാട്ടോ പിന്നെ സോഫ അങ്ങോട്ട് നീക്കി വെച്ചത്. അപ്പോൾ അതിമെന്ന് ഇറങ്ങണില്ല, ഇന്നെ വെച്ചിക്കാണ്ട് നീക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഓളെ വെച്ചിക്കാണ്ട് ഞാൻ നീക്കി കൊടുത്തതാട്ടോ. ഓൾക്കൊരു രസം. അങ്ങനെ ഈ റൂം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടോ. അപ്പോൾ ഇനി ഫാനും കൂടി ഉണ്ട് നന്നാക്കാൻ, അതും കൂടി കഴിഞ്ഞാൽ ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇനി സോഫൻ്റെ ഈ വിരിയും കൂടി ഉണ്ട് ഇട്ടതാക്കാൻ. അതുപോലെ അവിടെ ചായ ഇതാക്കിയപ്പോൾ ഞാനത് തുടച്ചെടുത്തതാട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പണികൾക്കൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചോറും കൂട്ടാനും നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുക. അല്ലെങ്കിൽ കറികൾ അങ്ങനെയൊക്കെ ഫ്രിഡ്ജിലുള്ള ദിവസങ്ങളിൽ കൂട്ടാനൊക്കെ നമുക്ക് ഉള്ള ദിവസങ്ങളിൽ പണിയെടുത്താൽ നമുക്ക് ഏറെ സുഖമാവും കേട്ടോ. ഞാൻ ഇന്ന് ചോറ് മാത്രം വെച്ചിട്ടുള്ളൂ. പരിപ്പും പടലങ്ങയും കറി ഉണ്ടാക്കിയ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അതേപോലെ മീൻ മസാല ആക്കിയതും ഉണ്ടായിരുന്നു, അത് പൊരിക്കാനും ഉണ്ടായിരുന്നു. പിന്നെ പപ്പടം പൊരിക്കാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ സുഖമാണ് നമുക്ക്. മറ്റേ ഇങ്ങനെ നമ്മൾ പണിയെടുക്കുമ്പോഴാണെങ്കിൽ കിച്ചണിലും നോക്കണം, രണ്ടും കൂടി നമുക്ക് കഴിയൂല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ നനച്ചുള്ളിപ്പണിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തലേന്ന് തന്നെ ഫുഡുകളൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ശേഷം പണി തുടങ്ങുക, നമുക്ക് പിന്നെ അത്രയും സുഖമായിരിക്കും. അങ്ങനെ പിന്നെ മൂമൂനെയാണ് കേട്ടോ ഫാൻ തുടക്കാൻ ഞാൻ ഏൽപ്പിച്ചത്. അപ്പോൾ ഓനതാകണം ഇങ്ങനെ തുടക്കണം. അപ്പോൾ അതിന്മേൽ നല്ലോണം കൊണ്ട് പൊടി ഇതായിട്ടേ ഇതാവണില്ല. പിന്നെ ലാസ്റ്റ് സോപ്പും പൊടിയൊക്കെ ആക്കിക്കാണ്ട് തുടച്ചപ്പോൾ ഫുള്ള് ക്ലീനായി കേട്ടോ. ഇതാണ്ടില്ലേ, നല്ല ക്ലീനാക്കി തുടച്ചെടുക്കണേ. അപ്പം അങ്ങനെ ഒരു റൂം കഴിഞ്ഞ്. അപ്പോൾ ഇവിടെ ഫുള്ള് ക്ലീനായി കഴിഞ്ഞു. ഇനി ഒരു റൂമും ഉണ്ട്, പിന്നെ കിച്ചണും ഉണ്ട് കേട്ടോ. അതും ഞങ്ങൾ റൂമും എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ കിച്ചണ് മാത്രമേ ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് ചെയ്തിട്ടില്ലേന്നതാ. ഈ റൂമിലെ ഫാനും ഞങ്ങൾ തുടച്ചു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത പാർട്ടിൽ കാണാം കേട്ടോ, ബാക്കി ക്ലീൻ ചെയ്യണത്.